യെസ്, ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ. എ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോയ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്. എവിടെ? 40 മീറ്റർ എവേ ഫ്രം ദ ഫുട്ട് ഓഫ് എ ടവർ എന്ന് പറഞ്ഞാലേ നേരെ നോക്കിക്കോ, ഒരു ടവറിന്റെ താഴെ നിന്ന് 40 മീറ്റർ ഡിസ്റ്റൻസിൽ 40 മീറ്റർ ഡിസ്റ്റൻസില് ആര് നിൽക്കുന്നുണ്ട്? ഒരു ബോയ് നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ വരി വായിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. എ ബോയ് എന്ന് പറഞ്ഞാൽ ഒരു ബോയ്, സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്. 40 മീറ്റർ എന്ന് പറഞ്ഞാൽ 40 മീറ്റർ ഡിസ്റ്റൻസിൽ എവിടെ നിന്ന്? ടവറിന്ന്. ഞാൻ ഈ മുകളിലേക്ക് ഇങ്ങനെ വരച്ച ഈ വരയുടെ പേരെന്താ? അതെന്താ? ടവർ. ക്ലിയർ അല്ലേ? ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സീസ്, കാണുന്നുണ്ട്. എന്താണ് കാണുന്നത്? ടോപ്പ് ഓഫ് ദ ടവർ. ടവറിന്റെ ടോപ്പ് എലിവേഷൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞത്. എന്താ എലിവേഷൻ എന്ന് പറഞ്ഞാല്? മുകളിലേക്ക് നോക്കുന്നതിന് പറയുന്ന പേരാണ് എലിവേഷൻ. 45 ഡിഗ്രി എലിവേഷനിൽ കാണുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു ബോയ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആരുണ്ടാവും? എ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആര് നിൽക്കുന്നുണ്ട്? എ ഗേൾ. ഗേൾ ഇവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗേൾ നിൽക്കുന്നുണ്ട്. എ ഗേൾ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ടവർ എലിവേഷൻ 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ഇങ്ങനെ വരക്കണം. ഇത് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? എലിവേഷൻ എത്ര ഡിഗ്രിയാണ്? ഗേളിന്റെ എലിവേഷൻ എത്ര ഡിഗ്രിയാണ്? 38. ഇത് ഇനി മനസ്സിലാക്കാൻ വെരി സിമ്പിൾ ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതെത്രയാണ്? 90. ഇതെത്രയാണ്? 90. ഇത് 90 ആണ്. ഇവിടെ 90 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്. ഇതെത്ര? 45. ബുദ്ധിമുട്ടില്ലല്ലോ? എടാ ഇവിടെ 45ഉം ഇവിടെ 90 വന്ന ഇവിടെ 45. ഇനി നേരെ നോക്കിയിരുന്നോളൂ. ഈ 45ന് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് എന്താണെന്നാണ് ബി ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ ഫിഗർ വരക്കാന്. ബി ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ഒരു 45ന് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ അടുത്ത 45ന് ഓപ്പോസിറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അടുത്ത 45ന് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഒരു 45ന് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ അടുത്ത 45ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 40. സെയിം ആയിരിക്കും, 40 തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതായത് 1:1:√2 ആണ്. സോ 40 ഇവിടെ 40√2 എന്നാ വരിക. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യമില്ല. അടുത്ത ഗേള് നിൽക്കുന്നത്. അടുത്ത ഞാനിപ്പോ ഇവിടെ ഒരു ലെറ്റർ കൊടുക്കുകയാണ്, GA എന്ന് കൊടുക്കുകയാണ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ദ ഗേൾ സ്റ്റാൻഡിങ് എവേ ഫ്രം ദ ബോട്ടം ഓഫ് ദ ടവർ എന്നാണ്. ഈ എയും ജിയും തമ്മിലുള്ള, ഈ ടവറും ഗേളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 38ന് ഓപ്പോസിറ്റ് കാണണം. 38ന് ഓപ്പോസിറ്റ് കാണണം. അഡ്ജസെന്റ് തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷനാണ്? ഓപ്പോസിറ്റും അഡ്ജസെന്റും തമ്മിലുള്ള ഇക്വേഷൻ ഏതാണ്? ടാൻ. സോ നമ്മൾ ഇവിടെ ടാൻ ആണ് കാണുന്നത്. ടാൻ 38 ഈസ് ഈക്വൽ ടു 40/AG. 40/AG ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് വേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ടാൻ 38 ഇൻറ്റു AG ഈസ് ഈക്വൽ ടു 40. ടാൻ 38 ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 40ക്ക് ആരും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാല്ല, അതുകൊണ്ട് അതുപോലെ എടുക്കുക. ഇതിന് AG കാണാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. AG ഈസ് ഈക്വൽ ടു 40. ടാൻ 38 ഇൻറ്റു ആണ്. മൾട്ടിപ്ലിക്കേഷൻ താഴേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആവും. സോ ടാൻ 38. നേരെ നോക്കുക, 40 അതുപോലെ എഴുതുക. എന്താണ് ടാൻ 38? ടാൻ 38 എത്രയാണ്? 0.8 അല്ലേ? ഇവിടെ ഡിജിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതാണ് ചെയ്യേണ്ടത്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഏതോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? കണ്ടോ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ആണെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുകളിലും ഓട്ടോമാറ്റിക് ആയി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ആൻസർ കിട്ടും 40 × 10 400. താഴെ 8 × 10 80 വരും. ഒരു പോയിന്റ് മാറ്റിയിടുമ്പോൾ 8 എന്ന് വരും. സോ 400 40നെ 8 തൊട്ട് ഡിവൈഡ് ചെയ്താൽ 5. ഇവിടെ ഒരു 0 ഉണ്ട്, 50 എന്ന് കിട്ടും. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 50 ആണ് ഡിസ്റ്റൻസ്. ഈ എയും ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതാണ് ഈ ഇപ്പൊ കഴിഞ്ഞ SSLC മോഡൽ എക്സാമിന് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇങ്ങനെ ആകെ 3 വരികയായിരുന്നു. വെരി സിമ്പിൾ ആണ്, നേരെ മനസ്സിലായി.